Good afternoon, all. Good afternoon. Good afternoon. The response to the good afternoon. Okay. Good afternoon, ma'am. Okay. അപ്പോൾ നമുക്കിത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോസ്പിറ്റൽ വാർഡാണ് എടുത്തത് അല്ലേ? അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ഹോസ്പിറ്റൽ വാർഡിനെ കുറിച്ച് അല്ലെ? എന്താണ് അപ്പൊ ഒരു വാർഡ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഒരു റൂം ആണെന്ന് പറഞ്ഞു. അവിടെ കുറെ ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഏകദേശം സിമിലർ ട്രീറ്റ്മെന്റ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് ടേമോ അല്ലെങ്കിൽ ലോങ് ടേമോ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. പേഷ്യൻസിന്റെ രോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പേഷ്യന്റിന്റെ ലെങ്ത് സ്ഥിരീകരിക്കുന്നത്. ദെൻ പർപ്പസ് പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് വാർഡ് സ്പേസ്. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? വാർഡ് സ്പേസ് പെട്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓർക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഇടയ്ക്ക്. എന്തൊക്കെയായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് വാർഡ് സ്പേസ് എന്ന് പറയുന്നത്? ഒരാൾ പോലും ഓർക്കുന്നില്ല. എന്തൊക്കെയായിരുന്നു വാർഡ് സ്പേസ്? PNC. അശ്വതിക്ക് മാത്രം ഓർമ്മയുള്ളൂ. ബാക്കി ആരും ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? PNC എന്നൊക്കെ പറഞ്ഞു തന്നതല്ലേ നമ്മൾ എപ്പോഴ്? പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, കോറിഡോർസ്. ഓക്കെ, പഠിക്കണോട്ടത്. ദെൻ ടൈപ്പ് ഓഫ് വാർഡ്സ്. അതില് സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സില്. എല്ലാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്തില്ലേ? ചെയ്തോ? ഓർമ്മയുണ്ടോ ക്ലാസ്? നിങ്ങൾ ഡെയിലി വായിക്കുന്നുണ്ടോ? ഓക്കെ, സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നോക്കിയത്. ഗൈനക്കോളജി, ജനറൽ സ്പെഷ്യലൈസ്ഡ്, അത്രയും പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ചില ഹോസ്പിറ്റലുകൾക്ക് കോമൺ ആയിട്ടൊരു ജനറൽ വാർഡ് ആയിരിക്കും ഉള്ളത് അല്ലെ? ദെൻ കുറച്ചും കൂടി മൾട്ടി ഡെവലപ്ഡ് ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നെയിം മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ദെൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകൾ ഉണ്ടാവും അല്ലെ? എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കണ്ട കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നവരാണല്ലോ. അവിടെ കണ്ടിട്ടുള്ള വാർഡുകൾ, സ്പെഷ്യൽ ആയിട്ടുള്ള വാർഡുകൾ ഏതൊക്കെയാണ്? ഇത് പെട്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് എന്താ മൈൻഡിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക. ഓർത്തോ, ENT, ദെൻ വാർഡുകളാണ് ചോദിക്കുന്നത്. സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ, ഓർത്തോ ENT മാത്രം കണ്ടിട്ടുള്ള ഹോസ്പിറ്റലിലെ വാർഡുകൾ. വേറെ ഏതൊക്കെ വാർഡുകളുണ്ട്? മെറ്റേണിറ്റി വാർഡ് ഉണ്ട്, ഗൈനക് ഉണ്ട്, വാർഡ്, കാർഡിയോളജി. ദെൻ കുട്ടികളുടെ വാർഡില്ലേ? പീഡിയാട്രിക് വാർഡ് ഉണ്ടോ? പീഡിയാട്രിക് ഉണ്ട്. സർജറി ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ ആണെങ്കിൽ സർജിക്കൽ വാർഡ് ഉണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് വാർഡുകളൊക്കെയാണ് ഉള്ളത്. നമുക്ക് പഠിക്കാനുള്ള സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്. എക്സ്പെഷ്യലി ഫോർ ആർക്ക് വേണ്ടിയിട്ടാണ് ഗൈനക്കും മെറ്റേണിറ്റി വാർഡും? വുമൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ? ഒരു സ്ത്രീകൾക്കുള്ള വാർഡാണ് ഗൈനക്കോളജി. ദെൻ മെറ്റേണിറ്റി വാർഡ്, ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസും അതുപോലൊപ്പം തന്നെ ഗൈനക്കായിട്ട് മറ്റ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ളവരാണ് അവിടെ അഡ്മിറ്റ് ആവുന്നത്. ദെൻ ഓങ്കോളജി. എന്താണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ? എന്തിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏത് അസുഖം വരുന്ന പേഷ്യൻസ് ആണ് ഓങ്കോളജി വാർഡ് എന്നറിയപ്പെടുന്നത്? ഈസ് റിലേറ്റഡ് ടു ക്യാൻസർ പേഷ്യൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സൈഡിൽ ഒന്ന് ബ്രാക്കറ്റിൽ ക്യാൻസർ എന്ന് എഴുതിയിടാം കേട്ടോ. ക്യാൻസർ വാർഡ് എന്ന് എഴുതിയിടാം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ക്യാൻസർ എന്ന ഓങ്കോളജി അതിന്റെ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതി വെക്കാം. ഓങ്കോളജിയുടെ നേരെ ക്യാൻസർ എഴുതാം. ഓക്കെ, എഴുതിയോ? ഓക്കെ ആണോ? ഓക്കെ. നെഫ്രോളജി. നെഫ്രോളജി എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ഒരു കാര്യം കൂടി പറയാം. ഓങ്കോളജിയിൽ പറഞ്ഞിട്ടുണ്ട് മെഡിസിൻ ഉണ്ട്, സർജറി ഉണ്ട്. അതായത് ക്യാൻസർ പേഷ്യൻസിൽ തന്നെ മെഡിസിൻ ചെയ്യുന്ന പേഷ്യൻസും ഉണ്ടാകാം, ചിലപ്പോൾ സർജറികൾ കഴിഞ്ഞ പേഷ്യൻസും ആ ഒരു വാർഡിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, മെഡിസിൻ ആൻഡ് സർജറി. ഇനി നെക്സ്റ്റ് വൺ നെഫ്രോളജി ഓർ ഡയാലിസിസ്. എന്ത് നെഫ്രോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമായിട്ടാണ് ഈ നെഫ്രോളജി? ഹോസ്പിറ്റലിൽ നമ്മള് ഡോക്ടറിന്റെ അവിടെ നെഫ്രോളജി എഴുതി വെച്ചിട്ടുണ്ട്, കാണാലോ. എന്താണ് നെഫ്രോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ആരും കമന്റ് ചെയ്തായിരുന്നു. നെഫ്രോളജി വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കിഡ്നി സംബന്ധമായിട്ടുള്ള കേസസുകളാണ് നെഫ്രോളജി വാർഡില് വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെഫ്രോളജിയുടെ നേരെ ഒരു ഹൈഫൻ ഇട്ടിട്ട് കിഡ്നി എഴുതാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഴുതാൻ പറയുന്നത്.
നെഫ്രോളജിയുടെ നേരെ അല്ലെങ്കിൽ മുകളിലായിട്ട് ഒന്ന് കിഡ്നി എന്ന് എഴുതാം, മലയാളത്തിൽ വൃക്ക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ എഴുതി വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? നെഫ്രോളജി റിലേറ്റഡ് ടു കിഡ്നി പേഷ്യൻസ് ആണ്. നെഫ്രോളജി ആൻഡ് ഡയാലിസിസ് അല്ലെ, വൃക്ക സംബന്ധമായിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നത്. അടുത്ത പോയിന്റ് ആണ് കേട്ടോ, ഒരുമിച്ച് കിടക്കണം എന്നുള്ളൂ. നെഫ്രോളജി ഓർ ഡയാലിസിസ്, ദെൻ അടുത്തതാണ് കാർഡിയോളജി ആൻഡ് CTVS. ഓക്കെ, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്? ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലെ. ഇപ്പൊ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഓപ്പൺ സർജറികളോ ബൈപ്പാസ് സർജറി അങ്ങനെയുള്ള കേസസുകളൊക്കെ വരുന്നതാണ് ഇത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അത്തരത്തിലുള്ള അസുഖങ്ങൾക്കുള്ള പേഷ്യൻസുകളായിരിക്കും കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. CTVS എന്താ ഫുൾ ഫോം അറിയാമോ? CTVS കാർഡിയോ, ജസ്റ്റ് ഒന്ന് ഗസ്റ്റ് ചെയ്യാമോ? ആരെങ്കിലോ അറിയാവുന്നവര് പെട്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. CTVS നമുക്കറിയില്ല. ഇല്ല. ഓക്കെ, CTVS എന്ന് പറഞ്ഞാൽ കാർഡിയോ തൊറാസിക് ആൻഡ് വസ്കുലാർ സർജറി. കമന്റ് ചെയ്യാം, നിങ്ങൾ അതൊന്നും നോക്കില്ല. അതെ, കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ ആരതി. കാർഡിയോ തൊറാസിക് ആൻഡ് തൊറാസിക് എന്നാണ് കേട്ടോ പറയുന്നത്. തൊറാസിക് ഞാൻ ടൈപ്പ് ചെയ്യാം, നിങ്ങൾ അതുപോലെ ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഫുൾ ഫോം ഒന്ന് എഴുതി വെക്കാം കേട്ടോ. Cardio thoracic and vascular surgery. Thoracic THORACIC കേട്ടോ. കാർഡിയോ തൊറാസിക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, എക്സാമിന് CTVS ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് കാർഡിയോളജിയിൽ വരുന്നത്. CTVS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഓപ്പൺ സർജറികളൊക്കെ. ഓക്കെ, അതായത് ഇപ്പൊ ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ ഹാർട്ട് ഓപ്പൺ സർജറി ഒക്കെ വരുമല്ലോ, അതാണ് CTVS ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാർഡിയോ തൊറാസിക് വസ്കുലാർ സർജറി. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ച് എല്ലാവരും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. നെക്സ്റ്റ് വൺ ന്യൂറോളജി. ന്യൂറോളജി എന്ന് പറഞ്ഞാൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മൾ ന്യൂറോനെ കാണുന്നൊക്കെ പറയാറുണ്ടല്ലോ. ഞരമ്പ്, നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെ. ഇപ്പൊ നമ്മുടെ ഞരമ്പുമായിട്ടുള്ളതോ അങ്ങനെ നെർവസ് സിസ്റ്റത്തിനൊക്കെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ വരുന്നതാണ് ന്യൂറോളജി. അവിടെയും സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ മെഡിസിൻ തന്നെ കഴിക്കുന്ന പേഷ്യൻസും ആ ഒരു വാർഡിൽ വരാം. Then last one, ophthalmology. Ophthalmology related to എന്താണ് ophthalmology എന്ന് പറയുന്നത്? ഐ അല്ലെ, നമ്മുടെ കണ്ണിന് സംബന്ധമായിട്ടുള്ളത്. ഇപ്പൊ തിമിരം അങ്ങനെയുള്ള അസുഖങ്ങളോ മറ്റു കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഒപ്താൽമോളജിയിൽ വരുന്നത്. ഒപ്താൽമോളജിയുടെ അവിടെ ഹൈഫൻ ഇട്ടിട്ട് ഐന്ന് എഴുതിക്കോളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒപ്താൽമോളജിയുടെ അവിടെ ഹൈഫൻ ഇടാം, ഐന്ന് എഴുതാം. ഓക്കെ, എഴുതിയോ? എഴുതാം. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം, ഈ വായിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളൊന്ന് പഠിച്ചു പോവാട്ടോ. ഫസ്റ്റ് വൺ ഗൈനക്കോളജി ആൻഡ് മെറ്റർണിറ്റി വാർഡ് റിലേറ്റഡ് ടു ഫീമെയിൽ വാർഡ് ആണ്. Then oncology is the study of എന്താണ് oncology എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ക്യാൻസർ വാർഡ്. Then nephrology is related to nephrology of dialysis, related to kidney. Then cardiology and CTVS related to heart. Neurology related to nerves. Ophthalmology is related to eye. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ? ഒരു 5 പ്രാവശ്യം നിങ്ങളൊക്കെ ഒന്ന് വായിക്കാം. ഈ 5 പ്രാവശ്യം വായിക്കുമ്പോഴേക്കും നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ, പെട്ടെന്ന് 5 പ്രാവശ്യം 5 times വായിക്കാം. വായിക്കുമ്പോ ഞാനിപ്പോ നിങ്ങളോട് വായിച്ചതുപോലെ വായിക്കാം. ഗൈനക്കോളജി, ഫിമെയിൽ, ഓങ്കോളജി, ക്യാൻസർ, നെഫ്രോളജി, കിഡ്നി,
കാർഡിയോളജി ഹാർട്ട്, ന്യൂറോളജി നെർവസ്, ഒപ്താൽമോളജി ഐ. ഇങ്ങനെ തന്നെ വായിച്ചു പഠിക്കാം. ഓക്കെ, 5 times ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പെട്ടെന്ന് വായിക്കാം. വായിക്കുന്നതിനോടൊപ്പം എല്ലാവരും പഠിച്ചിരിക്കണം. 3 times എങ്കിലും വായിക്കാം അറ്റ്ലീസ്റ്റ്. പെട്ടെന്ന് വായിക്കണേ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും. CTVS എന്തായിരുന്നു? കാർഡിയോ തൊറാസിക് വസ്കുലാർ സർജറി. അതായത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറികളൊക്കെ ഇല്ലേ, അതിനെയാണ് കേട്ടോ CTVS എന്ന് വിളിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? പഠിച്ചു എല്ലാവരും? വായിച്ചോന്നല്ല, പഠിച്ചോ? ഓക്കെ ആണോ എല്ലാവരും? നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാമോ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെയിൻ കോമ്പോണൻസ് ഓഫ് വാർഡ്. ഒരു വാർഡിന്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസ്, അതായത് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പൊ പ്രധാനമായിട്ടും 4 കോമ്പോണൻസ് ആണ് ഒരു വാർഡിന് വരുന്നത്. ഏതൊക്കെയാണ് 4 എണ്ണം നമുക്ക് ഫസ്റ്റ് പറയാം കേട്ടോ. ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ ആൻഡ് സാനിറ്ററി ഏരിയ. ഏതൊക്കെയാണ്? 4 കോമ്പോണൻസ് ആണ് ഒരു വാർഡിന് വരുന്നത്. ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി, ആൻസിലറി ആൻഡ് സാനിറ്ററി ഏരിയ. ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ, ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ വാക്കിൽ തന്നെയുണ്ട് അല്ലെ, ട്രീറ്റ്മെന്റ് പരമായിട്ട് ചികിത്സാപരമായിട്ടുള്ള ഒരു ഏരിയ ആണ് ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഓക്സിലറി ഏരിയ. ഓക്സിലറി ഈ ടേം എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ അല്ലാതെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഓക്സിലറി ഓർമ്മയുണ്ടോ? ഓക്സിലറി എന്ന് പറഞ്ഞിട്ട് ഓക്സിലറി വെർബ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ ഓക്സിലറി വെർബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹായക ക്രിയ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. വെർബിനെ നമ്മൾ സഹായിക്കുന്ന ഒരു ക്രിയയാണ്. സോ ഇവിടെയും ഓക്സിലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അനുബന്ധം അല്ലെങ്കിൽ ഒരു സഹായകമായിട്ടുള്ളത്. ഓക്കെ, അതായത് ചികിത്സയ്ക്ക് സപ്പോർട്ട് ആയിട്ടുള്ള അനുബന്ധമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഓക്സിലറി എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം. മൂന്നാമതായിട്ട് പറയുന്നത് ആൻസിലറി ഏരിയ, അതുമായിട്ട് അനുബന്ധമായിട്ടുള്ളത്, റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് വൺ സാനിറ്ററി ഏരിയ, അതായത് ശുചീകരണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഏരിയ. ഓക്കെ, 4 കോമ്പോണൻസ് ആണ് ക്ലിനിക്കൽ, ഓക്സിലറി, ആൻസിലറി, സാനിറ്ററി. ക്ലിയർ ആണോ? 4 ഏരിയകള്? 4 ഏരിയകൾ ഓക്കെ ആണോ? ക്ലിനിക്കൽ, ഓക്സിലറി, ആൻസിലറി, സാനിറ്ററി. ഓക്കെ, ഇനി ഈ ഓരോ ഏരിയയിലും എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. 4 ഏരിയകൾ നമ്മൾ പഠിച്ചു. ഇനി ഓരോ ഏരിയയിലും എന്തെല്ലാം കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം പ്രോസസ് ആണ് അവിടെ ഇൻക്ലൂഡ് ആകുന്നത് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ ക്ലിനിക്കൽ ഏരിയ അല്ലേ, അതായത് ചികിത്സാപരമായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഏരിയ ആണ്. സോ അവിടെ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. പേഷ്യന്റ് വരുമല്ലോ, ചികിത്സ എന്ന് പറയുമ്പോൾ പേഷ്യന്റ് വേണമല്ലോ. പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. പേഷ്യന്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കുന്നത് നഴ്സിംഗ് ഏരിയ. എന്താ നഴ്സിംഗ് ഏരിയ എന്ന് പറഞ്ഞാല്? നഴ്സിംഗ് ഏരിയ എന്താണ്? നഴ്സിംഗ് ഏരിയ എന്ന് പറയുന്നത് അതായത് നഴ്സസിന്റെ നമ്മള് എക്യുപ്മെന്റ്സുകളും ഫയലുകളും റെക്കോർഡുകളൊക്കെ വെക്കുന്ന ഒരു ഏരിയ. ഓക്കെ, അതായത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ തെർമോമീറ്റർ അല്ലെങ്കിൽ അങ്ങനെ ബിപി അപ്പാരറ്റസ് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ വെക്കുമല്ലോ. ആ ഒരു ഏരിയയാണ് നഴ്സിംഗ് ഏരിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നഴ്സിംഗ് കൗണ്ടർ. നഴ്സിംഗ് കൗണ്ടർ എന്ന് വെച്ചാൽ വ്യത്യാസമുണ്ട്. നഴ്സിംഗ് കൗണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ വാർഡിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ. അപ്പോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഹോസ്പിറ്റലിനുള്ളിൽ ഒരു വാർഡ് എന്ന് പറയുന്നത്. നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ കിടക്കുമ്പോൾ നമ്മൾ പോവാറില്ലേ വിസിറ്റിന്? പോയിട്ടില്ലേ? നിങ്ങള് വിസിറ്റ് ചെയ്യാൻ പോകില്ലേ? വാർഡിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിനെ ഒക്കെ കാണാൻ പോകുമല്ലോ. അപ്പൊ നിങ്ങള് അവിടെ നഴ്സസ് ഇരിക്കുന്ന ഒരു സെപ്പറേറ്റ് ഒരു സ്പേസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ?
നഴ്സുമാർ ഇരിക്കുന്ന സെപ്പറേറ്റ് ഒരു സ്പേസ് ഉണ്ട്. ഇതൊന്നും ഏകദേശം വാർഡിനോട് ചേർന്നിട്ട് അല്ലെങ്കിൽ ഏറ്റവും അറ്റത്തായിട്ടായിരിക്കും ചെറിയൊരു സ്പേസ് ഉണ്ടാവുമല്ലോ. അവിടെ കുറെ അവരുടെ റെക്കോർഡ്സുകളും ബുക്കുകളും ദെൻ അത്യാവശ്യം നമ്മളുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. കണ്ടിട്ടില്ല എല്ലാവരും? ആലോചിച്ച് നോക്കിയേ. പെട്ടെന്ന് വാർഡിലേക്കൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് വാർഡിലോട്ട് കൊണ്ടുപോവുക. ഒരു ക്യാബിൻ പോലെ ചെറിയൊരു റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലെ. അപ്പോ ഈ വാർഡിൽ കിടക്കുന്നവരും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ അവിടെ പോയാണ് ചോദിക്കാറ് അല്ലെ. ഇപ്പൊ മെഡിസിന്റെ ആയാലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വാർഡിൽ ആ നഴ്സുമാരോട് പോയി ചോദിക്കില്ലേ? ഓക്കെ. അപ്പൊ ഒരു വാർഡിനുള്ളിൽ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ആ ഒരു കൗണ്ടർ പോലെയുള്ള ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നഴ്സിംഗ് കൗണ്ടർ. ക്ലിയർ ആയോ? നഴ്സിംഗ് കൗണ്ടർ എന്താണെന്ന് ഇത്രയും നാളെ നമുക്ക് അറിയില്ലായിരുന്നു. അവിടെ കുറച്ച് നഴ്സുമാർ ഇരിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു പേരുണ്ടെന്ന് നിങ്ങൾ ഇപ്പോഴല്ലേ അറിയുന്നത്? ആണോ? ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാത്തവരായിട്ട് ആരുമില്ല അല്ലെ. ചെറിയ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകണം അല്ലെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സെപ്പറേറ്റ് പേരുകൾ ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പുതുതായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ആശയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ അറിവാണ് നമ്മളുടെ ഉള്ളിലുള്ളത് അല്ലെ. നിങ്ങളുടെ ഉള്ളിലൊക്കെ ചെറിയ അത്യാവശ്യം അറിവുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നമ്മള് ഈ ഒരു കോഴ്സിലൂടെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് പഠിക്കുന്നത് മറ്റുള്ളവരോട് നിങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റണം. ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അതിന്റെ നഴ്സിംഗ് കൗണ്ടർ എന്നാണ് അതിന്റെ പേര് അല്ലെ. നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ പഠിക്കണം കേട്ടോ. പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നഴ്സിംഗ് കൗണ്ടർ എന്താണെന്നുള്ളത് ക്ലിയർ ആണോ? വാർഡിനുള്ളിൽ സെപ്പറേറ്റ് ആയിട്ട് നഴ്സസ് ഇരിക്കുന്ന ഒരു ഏരിയ, അവിടെ അവരുടെ ഫയലുകളും അല്ലെങ്കിൽ റെക്കോർഡ്സുകളൊക്കെ വെച്ചിട്ടുണ്ടാകും. ഡിഫൻസുകളും അങ്ങനെ നമ്മുടെ പേഷ്യൻസിനുള്ള മെഡിസിൻസുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. ആ ഒരു ഏരിയയാണ് നഴ്സിംഗ് കൗണ്ടർ എന്ന് വിളിക്കുന്നത്, വാർഡിനുള്ളിലുള്ളത്. ഓക്കെ. നഴ്സിംഗ് ഏരിയ എന്ന് പറയുന്നത് നഴ്സസിന്റെ എക്യുപ്മെന്റ്സുകളും മറ്റെന്തെങ്കിലും സപ്ലൈസുകളൊക്കെ വെക്കുന്നതാണ് നഴ്സിംഗ് ഏരിയ. ദെൻ പേഷ്യന്റ്. ഓക്കെ. ഈ 3 പേരാണ് ക്ലിനിക്കൽ ഏരിയയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ക്ലിനിക്കൽ ഏരിയ കഴിഞ്ഞിട്ടോ. ഇനി സെക്കൻഡ് വൺ നമ്മൾ പറയുന്നത് ഓക്സിലറി ഏരിയ. ക്ലിനിക്കൽ ആയിട്ടൊരു സഹായകമായിട്ടുള്ള ഒരു ഏരിയ. ഓക്സിലറി ഏരിയയില് പ്രധാനമായിട്ടും 2 കാര്യം വരുന്നുള്ളൂ. നഴ്സസ് റൂമും ഡോക്ടേഴ്സ് റൂമും. ഓക്കെ. അതായത് ചികിത്സാപരമായിട്ട് അവരാണല്ലോ, നഴ്സും ഡോക്ടറും വേണമല്ലോ ചികിത്സിക്കണമെങ്കിൽ. സോ നഴ്സസ് റൂമും ആൻഡ് ഡോക്ടേഴ്സ് റൂമും. ഓക്കെ. ഇനി ആക്സിലറി ഏരിയ, അതുമായിട്ടും അനുബന്ധമായിട്ട് വരുന്ന മറ്റ് ഏരിയകൾ ഏതൊക്കെയാണ്? പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. പാൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? പാൻട്രി കേട്ടിട്ടുണ്ടോ? പാൻട്രി അതായത് കലവറ എന്ന് പറയും. മലയാളത്തിൽ പറയണമെങ്കിൽ നിങ്ങൾ കലവറ എന്ന് പറയുന്നത്. ഇവിടെ കലവറ എന്ന് ഉദ്ദേശിക്കുന്നത് പാത്രങ്ങളൊക്കെ വെക്കില്ലേ നമ്മള്. അതായത് പാത്രങ്ങൾ മീൻസ് നമ്മള് വൃത്തിയാക്കാനും സ്റ്റെറൈൽ ചെയ്ത് വെക്കുന്ന ഐറ്റംസുകളും മറ്റേ ഇപ്പൊ ബക്കറ്റ്സും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇപ്പോ മഗ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ. പാത്രങ്ങള് പ്രത്യേകിച്ച് അവിടെ ഉണ്ടാവില്ലല്ലോ. ഒരു സ്റ്റോർ റൂം പോലെ തന്നെ. ഒരു സ്റ്റോർ റൂമിന് തുല്യമാണ്. ഓക്കെ. ഇതാണ് പാൻട്രി എന്ന് പറയുന്നത്. സ്റ്റോർ റൂം എന്ന് പറയുന്നത് സ്റ്റോർ റൂം എന്ന് വിളിക്കുക കേട്ടോ. ദെൻ ഡേ റൂം. ഡേ റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡേ റൂം അതായത് ഒരു റിലാക്സേഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു റൂമില്ലേ. ഇപ്പൊ പേഷ്യൻസിനായിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒരു റൂമാണ് റിലാക്സേഷന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ റൂമിലൊക്കെ പോയിരിക്കാം. ഒന്ന് എന്താ പറയാ, ഇപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിലോ ജസ്റ്റ് ഒന്ന് കിടക്കണമെങ്കിലൊക്കെ തോന്നിയാലോ ഒന്ന് റെസ്റ്റിംഗ് റൂം പോലെ. ഓക്കെ. ഇനി ട്രോളി ബേ. ട്രോളി ബേ എന്ന് വെച്ചാൽ എന്താണ്? ട്രോളി ബേ ഹോസ്പിറ്റലിൽ ട്രോളി ബേ കണ്ടിട്ടുണ്ടോ? ട്രോളി ബേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ മെഡിസിൻസുകളും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളൊക്കെ കൊണ്ടുപോകുന്ന ട്രോളികളൊക്കെ വെക്കില്ലേ, ട്രോളി ബേ. നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകുന്നത്? ഫിലിമിൽ വേണ്ടാലോ, നമ്മൾ വാർഡിലൊക്കെ ആണെങ്കിലും മെഡിസിൻ ട്രോളി ഉണ്ടാകും അല്ലെ. ട്രോളിയിൽ മീൻസ് ആ എക്യുപ്മെന്റ്സുകളാകാം അല്ലെങ്കിൽ മെഡിസിൻസോ അല്ലെങ്കിൽ അതൊക്കെ ഡ്രസ്സുകൾ തുണിത്തരങ്ങളൊക്കെ ട്രോളിയിലൊക്കെ കൊണ്ടുപോകുന്നത്. ഓക്കെ. ഇതാണ് ട്രോളി ബേ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ആക്സിലറി ഏരിയയിൽ വരുന്നതാണ് പാൻട്രി, ഡേ റൂം ആൻഡ് ട്രോളി ബേ. ക്ലിയർ ആണോ? ഇനി ലാസ്റ്റ് വന്നിട്ട് നോക്കാം. സാനിറ്ററി ഏരിയ. നമ്മൾ പറഞ്ഞു ഡേർട്ടി, അതിനകത്ത് വരുന്നത് ടോയ്ലറ്റ്സും ഡേർട്ടി യൂട്ടിലിറ്റി. ആക്സിലറി മീൻസ് അനുബന്ധം. അതായത് ഓക്സിലറി നമ്മൾ പറഞ്ഞു സഹായകമായിട്ടുള്ളത്, ചികിത്സയ്ക്ക് സഹായകമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ. ആൻസിലറി എന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഈ സ്റ്റോർ റൂമുകളും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഡേ റൂമൊക്കെ അതിനോട് അനുബന്ധമായിട്ടുള്ള ഏരിയകളാണല്ലോ. ഓക്കെ. ആൻസിലറി എന്ന് വെച്ചാൽ അനുബന്ധം എന്നാണ് കേട്ടോ മീനിങ്. Then last one, sanitary.
ശുചീകരണ ഏരിയയാണ് ടോയ്ലറ്റ്സും ഡേർട്ടി യൂട്ടിലിറ്റി. ടോയ്ലറ്റ്സുകളും അതുപോലെ തന്നെ ഡേർട്ടി യൂട്ടിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മറ്റു എന്താ വേസ്റ്റുകളും വാഷിംഗ് ക്ലോത്ത്സുകളും ബാക്ക് സൈഡിൽ വരുന്ന ഏരിയകളാണ് ഡേർട്ടി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. മീൻസ് ഡിസ്പോസലൊക്കെ ചെയ്യും നമ്മള് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയ. ഓക്കെ, അപ്പൊ മെയിൻ കോമ്പോണൻസ് ഓഫ് വാർഡ് എന്ന് പറഞ്ഞാല് 4 എണ്ണമാണ്. ക്ലിനിക്കൽ, ഓക്സിലറി, ആൻസിലറി ആൻഡ് സാനിറ്ററി. ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നതാണ് പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ഓക്സിലറിയിൽ വരുന്നത് നഴ്സിംഗ് റൂം, ഡോക്ടേഴ്സ് റൂം എക്സെട്ര. ആൻസിലറിയിൽ വരുന്നത് പാൻട്രി, ഡേ റൂം, ട്രോളി ഡേ. സാനിറ്ററി ഏരിയയിൽ വരുന്നത് ടോയ്ലറ്റ്സ്, ഡേർട്ടി യൂട്ടിലിറ്റി. ഓക്കെ, അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറയാം കേട്ടോ, ശ്രദ്ധിക്കാം. ഓക്കെ, പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ ഇങ്ങനെ തരും. ഈ 3 എണ്ണം തന്നിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് പറയും, എന്ത് പറയും, ഐഡന്റിഫൈ വിച്ച് കോമ്പോണൻസ് ഓഫ് വാർഡ്, അല്ലെങ്കിൽ ഏത് കോമ്പോണന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തരാം, നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം, ദെൻ പാൻട്രി. അതിനകത്ത് ഓർഡർ ഏതാണെന്ന് ചോദിച്ചൂടെ? അപ്പൊ പഠിക്കേണ്ടത് ഓരോ ഏരിയയും അതിനുള്ളിലുള്ളത് എന്തൊക്കെയാണ് അങ്ങനെ വേണം പഠിക്കാൻ. മിക്സ് ചെയ്ത് കൂട്ടിക്കലർത്തി പഠിക്കരുത്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണോ? അതായത് ക്ലിനിക്കൽ ഏരിയ പഠിക്കുമ്പോ ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത് പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ അങ്ങനെ പഠിച്ചു പോവുക. ഓക്കെ, ദെൻ ഓക്സിലറിയിൽ ആരൊക്കെയാണ്? നഴ്സസ് റൂമും ഡോക്ടേഴ്സ് റൂമും. ആൻസിലറിയിൽ വരുന്നത് പാൻട്രി, ഡേ റൂം, ട്രോളി ഡേ. ഓക്കെ, പഠിക്കുമ്പോ അങ്ങനെ ക്ലിയർ ആയിട്ട് പഠിച്ചു പോകണം. അപ്പൊ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് അത് പഠിച്ചിരിക്കണം കേട്ടോ. എക്സാമിന് എപ്പോഴും ആ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. പ്രീവിയസ് ആയിട്ട് അങ്ങനെ വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, വായിച്ചു നോക്കാമോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കോമ്പോണൻസ് ഓഫ് വാർഡ് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം കേട്ടോ. നമ്മൾ ഈ വായിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾ പകുതി നമ്മുടെ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാൻ അധികം ഉണ്ടാവില്ലല്ലോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇപ്പൊ നമ്മള് വാർഡിന്റെ കോമ്പോണൻസ് കണ്ടു. സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കുറച്ച് പോയിന്റ്സുകളാണ്. ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. നല്ലൊരു വാർഡ് അല്ലെങ്കിൽ നല്ലൊരു വാർഡ് മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്, എന്തൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യണമെന്ന്. ഒരു ഹോസ്പിറ്റലില് നല്ലൊരു വാർഡായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. ഓക്കെ, പോയിന്റുകളാണ്, കുറേയധികം പോയിന്റുകളുണ്ട്. പോയിന്റുകൾ കണ്ട് ആരും പേടിക്കേണ്ട, നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. നിങ്ങൾ ഒരുപാട് പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ അത് ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ അത് നമ്മുടേതായ രീതിയിൽ അതിന് മാക്സിമം ടീച്ചർ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ ആ ഒരു രീതിയിൽ മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ബാക്കി നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ എക്സാമിന് അല്ലേ? അത്യാവശ്യം ഒരു വായിച്ച ഒരാൾക്കാണെങ്കിൽ ഓപ്ഷൻ കാണുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ? നമ്മുടെ ക്ലാസ് കേട്ടത് ഓർമ്മ വെച്ചും നിങ്ങൾ വായിച്ചൊരു അറിവ് വെച്ചും എന്തായാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. പോയിന്റ്സുകളാണ്. ഫസ്റ്റ് വൺ, ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. അല്ലേ, അതായത് ഹോസ്പിറ്റലിന്റെ വാർഡിനുള്ളിൽ നയങ്ങളും പ്രോട്ടോകോൾസുകളൊക്കെ അല്ലെ, പോളിസീസും പ്രോട്ടോകോൾസും. നയങ്ങളും അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങളും. അതായത് ഓരോരോ എന്താ പറയാ, ഇഷ്ടം പോലെയല്ല പ്രവർത്തിക്കുന്നത് അല്ലെ, ഓരോ നയങ്ങളും നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. സെക്കൻഡ് വൺ,
knowledge of all duties to be performed in the ward. Knowledge of all duties to be performed in the ward. അതായത് എന്താണ്, വാർഡിൽ നിർവഹിക്കേണ്ട ഓരോ ചുമതലകളും അതിന്റെ അറിവ് വെച്ചിട്ട് കൃത്യമായിട്ടും ചെയ്യണമെന്ന്. അതായത് ഇപ്പൊ നഴ്സുമാരാണെങ്കിൽ അവർക്കറിയാലോ ഞങ്ങള് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എത്ര മണിക്ക് അവർക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, അല്ലേ? അപ്പൊ അങ്ങനെയുള്ളത് നമ്മുടെ അറിവ് ഉപയോഗിച്ചുകൊണ്ട് വാർഡിലെ പെർഫോമൻസ് ഡ്യൂട്ടി കൃത്യമായിട്ട് പെർഫോമൻസ് ചെയ്യുക. ഓക്കെ, അതായത് വാർഡിലെ നിർവഹിക്കേണ്ട ചുമതലകൾ കൃത്യമായിട്ട് നിർവഹിക്കുകയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, എ പ്ലാനഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും ഒരു പ്ലാനഡ് ആയിരിക്കണം എന്ന്. അതായത് വാർഡിനുള്ളിൽ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ, അല്ലെ, പേഷ്യൻസുകൾ വരുന്നുണ്ട്, പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെന്റ്സ് കൊടുക്കണം, അല്ലെ, അങ്ങനെയുള്ള ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും വെൽ പ്ലാനഡ് ആയിരിക്കണം. ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, ഒരു ഓർഗനൈസ്ഡ് പ്ലാനഡ് ആയിരിക്കാം. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ആയിരിക്കണം എന്ന്. അതായത് ഇപ്പൊ സ്റ്റാഫുകൾക്ക് 8 മണിക്കാണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് വരുന്നത് 9 മണിക്കാണോ വരേണ്ടത്? ആണോ? നിങ്ങൾ നാളെ ജോലിക്ക് കയറേണ്ട ആളല്ലേ? ആണോ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ടവരാണ് നിങ്ങൾ എല്ലാവരും തന്നെ. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി ടൈം പറഞ്ഞിരിക്കുന്നത് മോർണിംഗ് 8 to 6 PM ആണെങ്കിൽ നിങ്ങൾ 8 മണിക്ക് അവിടെ എത്തണ്ടേ? നിങ്ങളുടെ വർക്ക് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ? നിങ്ങളുടെ ഇഷ്ടത്തിന് 9 മണിക്ക് ചെല്ലാൻ പറ്റുമോ? ആണോ? അങ്ങനെയാണോ? നിങ്ങൾ 8 മണിക്ക് എന്ന് പറഞ്ഞ 9 മണിക്കാണോ അവിടെ എത്തുന്നത്? അല്ലല്ലോ, ആണോ? ഓക്കെ, ഒരു കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് ഒരു എന്താ പറയാ, നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അതിന്റെ ഒരു സ്മൂത്ത് ആയിട്ട് പഞ്ച്വാലിറ്റി ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ അത് ഉണ്ടായിരിക്കണം കേട്ടോ. ഇപ്പോഴേ അത് ഉണ്ടായാലും ഭാവിയിലത് ഉണ്ടാകുള്ളൂ. ഓക്കെ, അപ്പോ ബിഗിനിങ് ദ ഡേ ഓൺ ടൈം, കൃത്യസമയത്ത് തന്നെ ആ ഡേ ബിഗിനിങ് ചെയ്യാന്ന്, വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. Then preventing interruptions, establishment of ward routine. അതായത് വാർഡിലെ പ്രവർത്തനങ്ങളെ, വാർഡ് റൊട്ടീൻ എന്ന് വെച്ചാൽ വാർഡിലെ പ്രവർത്തനങ്ങളെ എന്താണ്, മീൻസ് ഇന്ററപ്ഷൻ എന്ന് വെച്ചാൽ എന്താ, തടസ്സങ്ങൾ വരികയാണെങ്കിൽ, അതായത് വാർഡിലെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രവർത്തനം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല, അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ വരികയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യണമെന്ന്, അതിനെ തടയുകയാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാർഡിലെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് നടക്കുന്നില്ല, ചിലപ്പോ എന്തെങ്കിലും എന്താ, ഇപ്പൊ പേഷ്യൻസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇപ്പൊ മെഡിക്കൽ സീറ്റുകൾ, പേഷ്യൻസിന്റെ സീറ്റ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, അപ്പൊ റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പൊ അതൊക്കെ കൃത്യമായിട്ടും അങ്ങനെ തടസ്സങ്ങൾ വരികയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യണമെന്ന്. തടസ്സങ്ങൾ വരികയാണെങ്കിൽ പ്രിവെന്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ വാർഡിലെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കണം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റത്തെ 5 പോയിന്റ് ആണ് പറഞ്ഞത്. 5 പ്രാവശ്യം കൂടി പറയാം, ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ആദ്യത്തെ 5 പോയിന്റ് വായിച്ചു നോക്കാം. ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. വാർഡിലെ നയങ്ങളും നടപടികളൊക്കെ അനുസരിച്ചുകൊണ്ട് ഫോളോ ചെയ്യുക. നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്, അല്ലെ, വാർഡിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടും അറിവ് ഉപയോഗിച്ചിട്ട് ഡ്യൂട്ടീസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക. എ പ്ലാനഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും പ്ലാനഡ് ആയിരിക്കണം. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം, കൃത്യസമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് വർക്ക്. Then preventing interruptions, establishment of ward routine. വാർഡിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തടയുക, പ്രിവെന്റ് ചെയ്യുക. ക്ലിയർ ആണോ? ഫസ്റ്റത്തെ 5 പോയിന്റ് മാക്സിമം സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് ആ പോയിന്റ് അതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ മതി. എന്ത് പറ്റി? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ, പോയിന്റുകൾ കണ്ടിട്ടാണോ? ഓക്കെ, ചോദിക്കുന്നത് റെസ്പോൺസ് ഒക്കെ ചെയ്യാട്ടോ, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇതിനാണ് നിങ്ങളോട് ഞാൻ ക്ലിയർ ആണോ റെസ്പോൺസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ 5 പോയിന്റ് വായിക്കാം. സെക്കൻഡ് പോയിന്റ് എന്താണ്? അതായത് വാർഡിലെ പ്രവർത്തനങ്ങൾ അറിവ് വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യുക. നഴ്സുമാരല്ലേ, നഴ്സുമാർക്ക് അറിവൊക്കെ ഉണ്ടാവുമല്ലോ, ആ അറിവ് ഉപയോഗിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. ഓക്കെ, നമ്മൾ വേറെ എന്താ പറയാ എക്സ്ട്രാ ഒന്നും പഠിക്കാനില്ല, ആ പോയിന്റ്സുകൾ തന്നെ ജസ്റ്റ് വായിക്കാനുള്ളൂ. ഓക്കെ, ആദ്യത്തെ 5 പോയിന്റ് വായിച്ചോളൂ, എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം കേട്ടോ. ഒരുമിച്ച് ഞാൻ വായിച്ചാലും അത് നിങ്ങൾക്ക് കുറച്ച് ബോറായിട്ട് തോന്നാം. പ്രിവെന്റിങ് വരെ വായിക്കാം കേട്ടോ, ബാക്കി നമുക്ക് വായിക്കാം ഇനി അടുത്തത്.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ ഫസ്റ്റ് 5 പോയിന്റ്? ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത 5 പോയിന്റ് നോക്കാം. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. അതായത് വാർഡ് പോളിസി, വാർഡിലെ നയങ്ങള് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് കൊണ്ടുവരാൻ. എന്ത് ഡെമോക്രാറ്റിക് എന്ന് വെച്ചാല് ചെറിയ ക്ലാസ്സിൽ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഡെമോക്രാറ്റിക് അല്ലെ. എന്ത് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഡെമോക്രസി എന്ന് പഠിച്ചിട്ടുണ്ടാകും അല്ലെ. ഡെമോക്രാറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? അവിടെ റോൾ ആർക്കാണ്? ഡെമോക്രസി എന്ന് പറയുമ്പോൾ റോൾ ആർക്കാണ്? മലയാളത്തിൽ പറയണോ? ജനാധിപത്യം എന്ന് പറഞ്ഞാല് ജനാധിപത്യത്തില് റോൾ ആർക്കാണ്? പ്രധാന പങ്ക് ആർക്കാണ്? ഭരണാധികാരികൾക്കാണോ ജനങ്ങൾക്കാണോ? ആർക്കാണ്? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ നിങ്ങള് ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞ? ജനങ്ങൾക്കാണ് അല്ലെ. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. പീപ്പിൾസിനാണ് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് വാർഡ് നയങ്ങള് പാലിക്കുമ്പോൾ അല്ലെങ്കിൽ വാർഡ് നയങ്ങള് ഉണ്ടാക്കും. വാർഡ് നയങ്ങൾ നമ്മള് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുമ്പോൾ ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഉപയോഗിക്കാൻ, അതായത് ജനങ്ങൾക്ക്, ഇവിടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പീപ്പിള് അല്ലെ, അല്ലെങ്കിൽ പേഷ്യൻസ്, അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള മെത്തേഡ്സുകൾ വേണം കൊണ്ടുവരാൻ. പോളിസികൾ, നയങ്ങള്, അതായത് പേഷ്യൻസിന് കുറച്ചും കൂടി അവര് ഒരു മുൻഗണന നൽകിക്കൊണ്ടുള്ള പോളിസികൾ, നയങ്ങൾ വേണം കൊണ്ടുവരാൻ. ക്ലിയർ ആണോ? യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ്, അതായത് പേഷ്യൻസിന്, പീപ്പിൾസിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള നയങ്ങൾ കൊണ്ടുവരിക പാടില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ, ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പരിഷ്കരിക്കുക എന്നാണ് മീനിങ് കേട്ടോ. ഓറിയന്റേഷൻ മീൻസ് പരിഷ്കരണം. അറിയില്ലാത്ത, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡുകൾ ഉണ്ടെങ്കിൽ മലയാളത്തിൽ അങ്ങനെ മീതി എഴുതി വെക്കുക കേട്ടോ, ടെക്സ്റ്റിൽ തന്നെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇടക്കിടക്ക് ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാത്ത പുതിയ പുതിയ വേർഡ്സുകളാണെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചോളുക. ഓക്കെ, നിങ്ങൾ നെക്സ്റ്റ് ടൈം വായിക്കുമ്പോൾ അതിൽ ഡൗട്ട്സ് വരില്ല. ഓക്കെ. ഓറിയന്റേഷൻ മീൻസ് പരിഷ്കരണം. ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്, പുതിയ സ്റ്റാഫ് മെമ്പേഴ്സുകളൊക്കെ കൊണ്ടുവരിക, പരിഷ്കരിക്കുക. മെയിൻ്റനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്, നല്ലൊരു എൻവയോൺമെന്റ്, ആ ഹോസ്പിറ്റലിൽ നല്ലൊരു അന്തരീക്ഷം കൊണ്ടുവരിക. ആ വാർഡിലെ കാര്യങ്ങൾ പറയുന്നത്, വാർഡില് നല്ലൊരു അന്തരീക്ഷം കൊണ്ടുവരിക. എന്താ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയായിരിക്കും? സ്യൂട്ടബിൾ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒരു വാർഡിനുള്ളില് നല്ലൊരു അന്തരീക്ഷം വേണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അന്തരീക്ഷം വേണം എന്ന് പറയുന്നത്? ഒരു പീസ്ഫുൾ ആയിരിക്കണം, അധികം ഒരു ക്ലീൻ ആയിരിക്കുക, ഭയങ്കര സൗണ്ട്സും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല, ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കുക. ദെൻ വെന്റിലേഷൻ ഫെസിലിറ്റികളൊക്കെ ഉണ്ടായിരിക്കണം അല്ലെ, അത്യാവശ്യം വായു കടക്കാനൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടായിരിക്കുക. ദെൻ ഫാനും കാര്യങ്ങളും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു നല്ലൊരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക. Then provision of supplies and equipment for efficient work. Provision of supplies, അതായത് കാര്യക്ഷമമായിട്ടുള്ള ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള സപ്ലൈസുകളും എക്യുപ്മെന്റ്സുകളും ആവശ്യമാണ് അല്ലെ. ഒരു വാർഡിനുള്ളിൽ ഒത്തിരി എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സപ്ലൈസുകൾ, എക്യുപ്മെന്റുകൾ എന്തൊക്കെയാണ് ഒരു വാർഡിനുള്ളിൽ ഉപയോഗിക്കുന്നത്? ഏതൊക്കെ ഉപകരണങ്ങളാണ് നിങ്ങൾ വാർഡിൽ കണ്ടിട്ടുള്ളത്? എക്യുപ്മെന്റ്സുകള് വാർഡിന് വേണ്ടിയിട്ടുള്ളത്, വാർഡിനുള്ളിലോ അല്ലെങ്കിൽ നഴ്സിംഗ് കൗണ്ടറിലൊക്കെ ഉണ്ടാകും. എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സുകൾ? പെട്ടെന്ന് കമന്റ് ചെയ്തേ. എന്തൊക്കെയാണ്? BP മെഷീൻ ഉണ്ടാകും, എക്യുപ്മെന്റ്സ്. ബെഡും, പിന്നെന്തൊക്കെയാണ്? ഫാൻ ഉണ്ടാവും, എക്യുപ്മെന്റ്സ് ആണോ? ഓക്കെ. ടേബിള്, ഓക്കെ. കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം അല്ലെ. നെബുലൈസിംഗ് ഉണ്ടാവില്ലേ? വീൽ ചെയർ ഉണ്ടാകും, സ്ട്രക്ചർ ഉണ്ടാകും ഇല്ലേ. ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കിന്, കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും സപ്ലൈസുകൾ. സപ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ബാക്കി സാധനങ്ങൾക്ക്, ഇപ്പൊ ക്ലീനിങ് സെക്ഷനിലുള്ള ലോഷൻ ഐറ്റംസ്, സോപ്പ്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടായിരിക്കണം. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്, അതായത് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഉത്തരവുകൾ കൃത്യമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളും നഴ്സസ് പറയുന്ന കാര്യങ്ങളും ക്ലിയർ ആയിരിക്കണം, വ്യക്തത ഉണ്ടായിരിക്കണം. ഓക്കെ. Then accurate records, full reports. Accurate records, then full reports. കൃത്യവും അല്ലെ, കൃത്യമായിട്ടുള്ള ഫുൾ റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കണം. അതായത് പേഷ്യൻസിന്റെ റിപ്പോർട്ടുകളൊക്കെ എഴുതുമല്ലോ നമ്മള്. ഇപ്പൊ വാർഡിലാണെങ്കിൽ ഇപ്പോ
രാവിലെയും ഉച്ചയ്ക്കും അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ കൊണ്ട് തരാറുണ്ട് ഡോസസ് അല്ലെ. നമ്മുടെ സീറ്റിൽ അവർ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ എഴുതും കൃത്യമായിട്ട്. അത് ആക്യുറേറ്റ് ആയിരിക്കണം, കൃത്യമായിരിക്കണം. ഈ റെക്കോർഡ്സുകളൊക്കെ ഫുൾ ആയിട്ടുള്ള റെക്കോർഡ്സുകളും കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം. Maintenance of high morale among all staff members. എന്താ ഹൈ മൊറൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊറൈൽ മീൻസ് എന്താ മൊറൈൽ എന്ന് വെച്ചാല് മനോവീര്യം അല്ലെങ്കിൽ മനോധൈര്യം. നമ്മളൊരു കോൺഫിഡൻസ് കൊടുക്കാന്നൊക്കെ പറയില്ലേ, മനോവീര്യം. ഓക്കെ, അല്ലെങ്കിൽ കോൺഫിഡൻസ് എന്നോ മനോവീര്യം എന്നോ എഴുതി വെക്കാം. ഓക്കെ, മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എന്താ പറയുന്നത്? എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ വാർഡിനുള്ളിലെ മെമ്പേഴ്സിന് ഒരു മനോവീര്യം കൊടുക്കാൻ, ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ. അപ്പോഴേ അവർക്ക് അവരുടെ വർക്കില് അതിന് നല്ലൊരു എന്താ പറയാ ഇഫക്റ്റ് കിട്ടും അല്ലെ. ഇപ്പൊ നിങ്ങളോട് എക്സാമ്പിൾ പറയണമെങ്കിൽ നിങ്ങൾ തന്നെ ചെറിയ ക്ലാസ്സിലൊക്കെ എക്സാമിന്റെ ടൈം ആകുമ്പോൾ നമ്മളൊക്കെ പഠിക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ബാക്കിൽ നിന്ന് ഒന്ന് എന്താ പറയാ ഒന്ന് പുഷ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും ഇല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാം, അപ്പൊ നിങ്ങൾ വീട്ടിലിരിക്കുക, നിങ്ങൾ ജോലി അന്വേഷിക്കുകയും ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ പാരന്റ്സ് ആയാലും നമ്മളോട് കുറച്ച് അല്ലെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് എല്ലാം ഒരു കോൺഫിഡൻസ് തരും. നീ ട്രൈ ചെയ്ത് നോക്ക് അല്ലെ, കിട്ടും, കുഴപ്പമില്ല, ട്രൈ ചെയ്യുന്നൊക്കെ നമ്മളോട് ഒരാള് പുഷ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഒരു ധൈര്യമില്ലേ. ആണോ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് അല്ലെ. നമ്മളെ പുഷ് ചെയ്യാനായിട്ട് ഒരാളുണ്ട് അല്ലെ, നമുക്കൊരു മൊറൈൽ തരാനായിട്ട് ഒരു മനോവീര്യം വർദ്ധിപ്പിക്കുമ്പോ നമ്മളുടെ വർക്കിലും അതിന്റെ ഇഫക്റ്റ് കാണാൻ സാധിക്കും അല്ലെ. നിങ്ങൾ പഠിക്കുന്ന എക്സാം ആയിട്ട് നിങ്ങൾ പഠനം കുറച്ച് കുറവാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ പാരന്റ്സ് ചോദിക്കും, നിനക്ക് എക്സാം അല്ലേ, നീ പഠിക്കുന്നില്ലേ അല്ലെ. അപ്പൊ അവര് നമ്മളുടെ ഒരു മനോവീര്യം കൊണ്ടുതരികയാണ് അല്ലെ. അപ്പോൾ നമുക്ക് അതിൽ നല്ലൊരു ഇഫക്റ്റ് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റാഫ് മെമ്പേഴ്സിന് അവർക്കൊരു മനോവീര്യം, അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. സോ അത് അവരുടെ നല്ലൊരു വർക്കിൽ ഇഫക്റ്റ് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊന്നും കൂടി പറയാം കേട്ടോ. പോയിന്റ്സ് വായിക്കാം. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. വാർഡിലെ നയങ്ങൾ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സുകൾ കൊണ്ടുവരാം. അതായത് ജനങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിലുള്ള മെത്തേഡ്സുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്, പുതിയ സ്റ്റാഫ് മെമ്പേഴ്സുകളെയൊക്കെ കൊണ്ടുവരിക. പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്, നല്ലൊരു വർക്കിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളും സപ്ലൈസുകളും പ്രൊവിഷൻ വേണം. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡർ, ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും ഓർഡറുകളെല്ലാം ക്ലിയർ കട്ട് ആയിരിക്കണം, വ്യക്തമായിരിക്കുക. ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സുകളെല്ലാം കൃത്യമായിട്ടുള്ള രേഖകളായിരിക്കുക. മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്, എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും ഒരു മൊറൈൽ കൊടുക്കുക, ഒരു നല്ലൊരു മനോവീര്യം വർദ്ധിപ്പിക്കുക. അത് അവരുടെ വർക്കിൽ ഇഫക്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ്സ് 7 പോയിന്റ്സ് ആണ് കേട്ടോ വായിച്ചത് നമ്മളെ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ? 7 പോയിന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ 7 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത പോയിന്റ്സുകളാ. Then next point നോക്കാം കേട്ടോ. അടുത്ത പോയിന്റുകൾ വായിക്കാവേ. ടീച്ചർ കുറെ പോയിന്റുകളോട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. ഒരുപാട് നമ്മൾ എല്ലാ പോയിന്റ്സും കൂടി വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, ഒരു ക്ലാരിറ്റിയും കിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് പറയുന്നത്. കുഴപ്പമില്ലല്ലോ സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട്. കുഴപ്പമുണ്ടോ? കുറച്ച് പറഞ്ഞാൽ പോലെ നമുക്ക് അത് ക്ലിയർ ആക്കിയിട്ട് അടുത്തടുത്ത പോയിന്റ്സിലോട്ട് പോയാൽ മതി. ഓക്കെ, ദെൻ അപ്പൊ നമ്മള് വായിച്ചിട്ട് മെയിൻ എറേഴ്സ് വരെ. ഓക്കെ, next one, establishment of good working relationship within the ward and with their associates. Establishment of good working, അതായത് വാർഡിന് ഉള്ളിൽ തന്നെയുള്ള മറ്റ് അസോസിയേറ്റ്സ്, സഹപ്രവർത്തകരുമായിട്ട് നല്ലൊരു ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കാമെന്ന്. അതായത് ഒരു വാർഡിനുള്ളിൽ തന്നെ പല വ്യക്തികൾ ഉണ്ടാകും, പല സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലേ. അപ്പൊ അവര് തമ്മിൽ നല്ലൊരു വർക്കിംഗ് റിലേഷൻ ആയിരിക്കണം എന്ന്, ഒരു സഹകരണം അല്ലെ, ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാന്നല്ലേ, പരസ്പരം ആരൊന്നും പറയാതെ ഒരു സൗഹൃദം അല്ലെ, നല്ലൊരു സൗഹൃദമായിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കണം മൂവ് ചെയ്യാൻ. Then delegation of responsibility. ഇത് ഡെലിഗേഷൻ എന്ന് വെച്ചാൽ പ്രതിനിധി ഉത്തരവാദിത്വം. ഇതാണ് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റിയുടെ മലയാളത്തിൽ പറയാം. ഡെലിഗേഷൻ മീൻസ് പ്രതിനിധി, അതായത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലെ. ഓരോരുത്തർക്കും ഇപ്പൊ സ്റ്റാഫുകൾക്ക് ഇന്ന ഡ്യൂട്ടീസ് ഉണ്ട്, ക്ലീനിങ് സ്റ്റാഫിനാണെങ്കിൽ അവർക്ക് അവിടെ ക്ലീൻ ചെയ്യണം. അങ്ങനെ ഓരോ സ്റ്റാഫുകൾക്കും അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്, പ്രതിനിധി ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തങ്ങളെ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്, നന്നായി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്. അസൈൻമെന്റ്സ് എന്ന് വെച്ചാൽ ഓരോ പ്രവർത്തനങ്ങളും വെൽ പ്ലാൻഡ് ആയിരിക്കുകയാണ്. Then well arranged time for personnel. Well arranged time, അതായത് മീൻസ് പേഴ്സണൽസിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോ പേഴ്സണൽ മീൻസ് പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് കൃത്യമായിട്ടും അറേഞ്ച് ചെയ്തിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുമല്ലോ, അതായത് ഇപ്പൊ ഡോക്ടർ റൗണ്ട്സിനൊക്കെ വരും, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് അറേഞ്ച് ചെയ്യണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റഡ് ആകുമ്പോൾ വാർഡിലൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സ് വരാറില്ലേ, എപ്പോഴും മോർണിംഗ് ആ ഒരു കൃത്യ ടൈമിൽ തന്നെയല്ലേ, എല്ലാ ദിവസവും ഡെയിലി ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കില്ലേ മോർണിംഗ് റൊട്ടീനൊക്കെ വരുന്നത്? ആണോ? ചിലപ്പോ മോർണിംഗ് ഒരു ഡോക്ടർ അവിടെ കൺസൾട്ടേഷന് ഇരിക്കുന്നത് മുന്നായിട്ടായിരിക്കും പേഷ്യന്റിനെ വന്ന് കാണുന്ന ഒരു ടൈം അല്ലെ. ഈവനിങ് ആയിട്ടുണ്ടെങ്കിലും അങ്ങനെ ചിലപ്പോ കുറച്ച് പേഷ്യൻസിനെ നോക്കിയിട്ടായിരിക്കും ഡോക്ടർ റൗണ്ട്സിന് വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു അറേഞ്ച്ഡ് ടൈം ആയിരിക്കണം. ലാസ്റ്റ് വൺ, ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ അല്ലെ. നല്ലൊരു ടീച്ചിങ്ങും ഒരു സൂപ്പർവിഷനും ഉണ്ടായിരിക്കണം. അതായത് വാർഡിലെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ സ്റ്റാഫുകൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒരു മേൽനോട്ടം വഹിക്കുക, ഒന്ന് സൂപ്പർവിഷൻ ചെയ്യുക. ലാസ്റ്റത്തെ 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ടോട്ടൽ ചെയ്ത് ഒന്നുകൂടി ഒന്ന് വായിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 5 പോയിന്റ് വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ ലാസ്റ്റ് 5 പോയിന്റ്? ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്കിനി ഫാക്ടേഴ്സ് ഇൻവോൾവ്സ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ് മൊത്തത്തിലൊന്ന് കോമൺ ആയിട്ടൊന്ന് ഫസ്റ്റ് തുടങ്ങിയുള്ള പോയിന്റ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്, വാർഡിലെ പോളിസീസും പ്രോട്ടോകോൾസുകളും കൃത്യമായിട്ടും പാലിക്കുക. നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്, വാർഡിലെ പ്രവർത്തനങ്ങളും ഡ്യൂട്ടീസുകളും കൃത്യമായിട്ടും അറിവ് ഉപയോഗിച്ചിട്ട് ചെയ്യുക. എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്, ഓരോ ദിവസത്തെ പ്രോഗ്രാംസുകളും നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുക. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം,
കൃത്യസമയത്ത് തന്നെ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക, ബിഗിൻ ചെയ്യുക. പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൊട്ടീൻ. വാർഡിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ അതിനെല്ലാം എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. ഡെമോക്രാറ്റിക് മെത്തേഡ്സ്, വാർഡിൽ നയങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ചും കൂടി പേഷ്യൻസിന് അല്ലെങ്കിൽ പബ്ലിക്കിന് ഇമ്പോർട്ടന്റ് ആകുന്ന രീതിയിലുള്ള പോളിസീസുകൾ കൊണ്ടുവരിക. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്, പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിനെ എടുക്കുക. മെയിൻ്റനൻസ് ഓഫ് എ സ്യൂട്ടബിൾ എൻവയോൺമെന്റ്, നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. Then provision of supplies and equipment for efficient work. നല്ലൊരു വർക്കിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും സപ്ലൈസുകളും നൽകുക. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്. നഴ്സസിന്റെയും ഡോക്ടേഴ്സിന്റെയും ഓർഡറുകൾ ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിട്ടുള്ളതായിരിക്കുക. അക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റെക്കോർഡ്സ്, രേഖകളെല്ലാം കൃത്യമായിരിക്കണം. മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. സ്റ്റാഫ് മെമ്പേഴ്സിനിടയിൽ നല്ലൊരു മനോവീര്യം, അവർക്കൊരു കോൺഫിഡൻസ് കൂട്ടുക, അത് അവരുടെ വർക്കിൽ ഇഫക്ട് ചെയ്യുന്നു. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വാർഡ് ആൻഡ് വിത്ത് അതർ അസോസിയേറ്റ്സ്. വാർഡിനുള്ളിൽ മറ്റ് സഹപ്രവർത്തകരുമായിട്ട് നല്ലൊരു ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, പ്രതിനിധി ഉത്തരവാദിത്തം. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്, അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ടും ചെയ്യുക. വെൽ പ്ലാനഡ് അസൈൻമെന്റ്സ്, എല്ലാ പ്രവർത്തനങ്ങളും പ്ലാനിങ്ങോടെ ആയിരിക്കണം. വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ മീൻസ് പേഷ്യൻസിന്റെ ടൈമുകളെല്ലാം അറേഞ്ച്ഡ് ആയിരിക്കണം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, വാർഡ് റൗണ്ട്സിനൊക്കെ ഡോക്ടർ വരുന്ന ഒരു ടൈമൊക്കെ കൃത്യമായിരിക്കണം. ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ, നല്ലൊരു വാർഡിലെ പ്രവർത്തനങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ, സ്റ്റാഫുകൾ കൃത്യമായിട്ട് അത് നിർവഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പഠനം ടീച്ച് ചെയ്യുക. then അവരൊന്ന് മേൽനോട്ടം വഹിക്കുക. ഇത്രയുമാണ് നമ്മളുടെ ഒരു നല്ലൊരു വാർഡ് മാനേജ്മെന്റ് കീപ്പ് ചെയ്യാനായിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പോയിന്റ്സ്? നിങ്ങൾ നോക്കുമ്പോ ആദ്യം കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, എങ്കിലും നമ്മൾ വായിച്ചു വന്നപ്പോ വലിയ ബുദ്ധിമുട്ട് തോന്നിയോ? വായിച്ചു വന്നപ്പോ ഓക്കെ അല്ലേ? എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 3-4 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചു നോക്കാം. എല്ലാ പോയിന്റ്സും കൂടി ചേർത്തിട്ട് ഒരു പ്രാവശ്യം വായിക്കാം. നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണല്ലോ പറഞ്ഞത്. കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തത്. നിങ്ങൾ കുറച്ചുപേര് വിചാരിക്കുന്നുണ്ടാവുന്നത് ഒറ്റയടിക്ക് മിസ്സിന് പറഞ്ഞാൽ മതിയായിരുന്നു. ഒറ്റയടിക്ക് നമുക്ക് പറയാം, പക്ഷെ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യക്തത കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാ പോയിന്റ്സും കേട്ടോ, ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെ ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാം കേട്ടോ. വായിക്കുമ്പോൾ ഞാൻ വായിക്കുന്നത് പോലെ ഒന്നും മീനിങ് മനസ്സിലാക്കി വായിക്കാം. കംപ്ലീറ്റ് ചെയ്ത പോയിന്റ്സ്? ഓക്കെ, ക്ലിയർ ആണോ? നമ്മളിന്ന് എടുത്ത പോർഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. മെയിൻ കോമ്പോണൻസ് 4 കോമ്പോണൻസ് ആണ് നമ്മൾ പ്രത്യേകം പറഞ്ഞത്. ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി, ആൻസിലറി, ദെൻ സാനിറ്ററി. ദെൻ നല്ലൊരു വാർഡ് മാനേജ്മെന്റിന്, നല്ലൊരു ഗുഡ് വാർഡ് മാനേജ്മെന്റ് ആകണമെങ്കിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി.
അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു വാർഡിനുള്ളിൽ ഒരു വാർഡ് ക്ലർക്കോ അല്ലെങ്കിൽ ഒരു സെക്രട്ടറി ഉണ്ടാകും. അദ്ദേഹത്തിന്റെ കുറച്ച് ഡ്യൂട്ടീസുകൾ റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കുറച്ച് പോയിന്റുകളാണ്. ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. മതിയോ? കാരണം അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവില്ല, കുറച്ചധികം പോയിന്റ്സുകൾ ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിന്റെ ടൈം ആയല്ലോ. ഓക്കെ, എടുത്ത് അത്രയും ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്സിൽ? ഓക്കെയാണോ എല്ലാവരും? കുറച്ചധികം പോയിന്റ്സുകൾ ഉണ്ടെന്നുള്ളൂ, അത് മനസ്സിലാക്കി പഠിക്കാം. ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം അല്ലേ? അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ഓക്കെയാണോ എല്ലാവരും? ക്ലിയർ ആണോ? ക്ലാസ് കുഴപ്പമില്ലല്ലോ? പോയിന്റ്സുകൾ അധികം വരുന്നത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്യാനൊന്നും ഇല്ല, അപ്പൊ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ എടുത്തത്രയും ഓരോ ദിവസം കൃത്യമായിട്ടും അതുപോലെ തന്നെ പഠിക്കാം. ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് പഠിച്ചു പോയാല് നമുക്ക് ലാസ്റ്റ് എക്സാമിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മള് എല്ലാം ഒരുമിച്ച് ലാസ്റ്റത്തേക്ക് വെക്കുമ്പോഴാണ് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. അപ്പൊ മോക്ക് ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് ഡെയിലി പഠിക്കുക. ഡെലിഗേഷൻ ഉത്തരവാദിത്തം, പ്രതിനിധി ഉത്തരവാദിത്തം. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ സ്റ്റാഫുകൾക്കും അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ടും ചെയ്യുക. അതാണ് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പൊ നന്നായിട്ടൊക്കെ പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ പോയിന്റ്സ് വരെ വായിച്ചിരിക്കണം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞ് വായിക്കുമ്പോൾ ഡൗട്ട് തോന്നിയാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.